തിരുവനന്തപുരം കല്ലാറിൽ ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങി. ഇന്ന് പുലർച്ചെ ഇറങ്ങിയ കാട്ടാന ഗവൺമെൻറ് LP സ്കൂളിൻ്റെ മതിൽ തകർത്തു. സ്കൂൾ കോമ്പൗണ്ടിൽ നിന്ന് തെങ്ങും തള്ളിയിട്ടു. സലീം മാലിക് ചേരുന്ന വിവരങ്ങളുമായി. പറയൂ സലീം. വിതുര കല്ലാർ ഭാഗത്ത് വെളുപ്പിനാണ് ഇന്ന് പുലർച്ചയോടുകൂടിയാണ് കാട്ടാനയുടെ ശല്യം ഉണ്ടായത്. കാട്ടാന ഇറങ്ങിയത് എന്നാണ് പറയുന്നത്. ആ സമയത്ത് ആളുകളൊന്നും ഉണ്ടായിരുന്നതിനാൽ വലിയ അപകടം ഒന്നും ഉണ്ടായില്ല. പക്ഷേ ഒരു സ്കൂളിൻ്റെ ഗവൺമെൻറ് LPSൻ്റെ മതിൽ ഭാഗികമായി കാട്ടാന തകർത്തു. മാത്രമല്ല കോമ്പൗണ്ടിൽ കയറി കോമ്പൗണ്ടിൽ നിന്ന് തെങ്ങും കാട്ടാന തള്ളിയിടുന്നൊരു സാഹചര്യമുണ്ടായി. ഈ ഭാഗത്ത് ഈ വിതുര മേഖലയിൽ കാട്ടാനയുടെ ശല്യമുണ്ട്. അത് വിവിധ വനപ്രദേശത്തോട് ചേർന്ന് കിടക്കുന്ന മേഖലയായതുകൊണ്ട് തന്നെ കാട്ടാനയുടെ ശല്യമുണ്ടെങ്കിലും ഈ ഗവൺമെൻറ് LPS സ്കൂൾ ഇരിക്കുന്ന ഭാഗത്ത് ഇതാദ്യം ാണ് കാട്ടാന ഇറങ്ങുന്നത് എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. പ്രത്യേകിച്ചും കുട്ടികളൊക്കെ എത്തുന്ന സ്ഥിരമായ കാൽനട യാത്രക്കാരൊക്കെയുള്ള ഈ വഴിയിൽ കാട്ടാന വന്നത് വലിയ ആശങ്കയോടെയാണ് ഈ നാട്ടുകാർ നോക്കിക്കാണുകയും ചെയ്യുന്നത്. കാരണം വനമേഖലയോട് ചേർന്ന വിതുരയുടെ ഭാഗത്താണ് കാട്ടാനയുടെ ശല്യം മുൻപ് ഉണ്ടായിട്ടുള്ളത്. അത് ഇവിടേക്ക് ഈ നാട്ടിലേക്ക് ജനവാസ മേഖലയിലേക്ക് എത്തുമെന്ന് അവർ കരുതിയിരുന്നതുമല്ല. അതുകൊണ്ട് വലിയ ആശങ്ക അവരെ സംബന്ധിച്ചിടത്തോളം, ആ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. നേരത്തെ ഈ സ്ഥലത്തിന് തൊട്ട് മാറി 2 മരണങ്ങൾ ഈ അടുത്ത് സംഭവിച്ചിരുന്നു. ഒന്ന് വനമേഖലയിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരുന്ന ഒരാളെ കാട്ടാന ചവിട്ടിക്കൊല്ലുന്ന സാഹചര്യമുണ്ടായി. 4 ദിവസങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ മൃതദേഹം കണ്ടെത്താൻ കഴിഞ്ഞത്. അതിനു മുൻപ് പുലർച്ചെ ഒരു ദിവസം മീൻ പിടിക്കാൻ പോകുന്നതിനിടെ കാട്ടാനയുടെ ആക്രമണത്തിൽ മറ്റൊരാൾക്ക് പരിക്കേൽക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അങ്ങനെ വിവിധ ആക്രമണങ്ങൾ ഈ ഭാഗത്ത് ഈ സജീവമായി കാട്ടാനയുടെ സജീവമാവുകയാണ്. പക്ഷേ അത് ജനവാസ മേഖലയിലേക്ക് പൂർണ്ണമായും ജനസ്വാധീനമുള്ള ഒരു മേഖലയിലേക്ക് ഇതുവരെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഇതാദ്യമായി അങ്ങനെ ഒരു സ്ഥലത്തേക്ക് കൂടി സ്കൂളുകൾ ഉൾപ്പെടെ ഇരിക്കുന്ന വിവിധ കടകളുള്ള ഒരു സ്ഥലത്തേക്ക് കൂടി ആന ഇറങ്ങിയത് വലിയ ആശങ്ക ആ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. SKN